ഹലോ ഗൈസ്, എമ്പുരാൻ ഇറങ്ങിയിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. പലതരത്തിലുള്ള റിവ്യൂവും പോയിന്റുകളും എല്ലാം ഇറങ്ങുന്നുണ്ട്. നിങ്ങളെല്ലാവരും സിനിമ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോ ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഒരു സ്പോയിലേഴ്സും ഇതിൽ പറയുന്നതായിരിക്കില്ല. പക്ഷേ ജസ്റ്റ് ഒരു റിവ്യൂ പറയണമെന്ന് തോന്നി. എമ്പുരാൻ എന്ന സിനിമ മലയാളം മോളിവുഡിലെ തന്നെ ഒരു മൈൽ സ്റ്റോൺ ആയിട്ടുള്ള സിനിമയായിരിക്കും എന്ന് പറഞ്ഞ് ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്തിറങ്ങിയ സിനിമയായിരുന്നു. നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച് ലൂസിഫറിന് ശേഷം പോയി കാണുന്ന സിനിമയാണ് എമ്പുരാൻ. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരിക്കലും അതൊരു നഷ്ടമല്ല. നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അതിൻ്റെ മാക്സിമം, ഞാൻ പറഞ്ഞില്ല, ഒരു മലയാള സിനിമയാണ് കാണുന്നത് എന്ന ഒരു പോയിന്റിൽ പോലും നമുക്ക് മനസ്സിലാവില്ല. ഒരു ഹിന്ദി ഫിലിമോ അല്ലെങ്കിൽ ബോളിവുഡ് ടൈപ്പിലുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ് ഇതിൽ മെയിനായിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 2019 ലൂസിഫറിൻ്റെ തുടർച്ചയായി ആസൂത്രണം ചെയ്യപ്പെട്ട 3 ചിത്ര പരമ്പരയിലെ രണ്ടാമത്തെ ഭാഗമാണ് ഈ L2 എമ്പുരാൻ എന്ന് പറയുന്നത്. മുരളി ഗോപിയുടെ രചനയിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അടിപൊളി മേക്കിംഗ് ആണ്. ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. നമ്മൾ എന്താണോ വിചാരിച്ചത് അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ സുഭാസ്കരൻ അല്ലിരാജയും ആശീർവാദ് സിനിമാസിൻ്റെ ആൻ്റണി പെരുമ്പാവൂരും ശ്രീ ഗോകുലം മൂവീസിൻ്റെ ഗോകുലം ഗോപാലനും ചേർന്നിട്ടാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ട് അഭിനയിക്കുന്നത് നമ്മളെല്ലാം ട്രെയിലറിലും ഈ പറഞ്ഞ മൂവിയുടെ ഓരോ പ്രൊമോഷൻസ് വീഡിയോസിലൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. നമ്മുടെ മോഹൻലാൽ, പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടോവിനോ, അങ്ങനെ സാനിയ അയ്യപ്പൻ, അങ്ങനെ നൈല ഉഷ, അങ്ങനെ കുറേ പേര് ഇതിൽ നമ്മുടെ മലയാളികൾ നമുക്ക് പ്രിയങ്കരായിട്ടുള്ള കുറേ പേര് അടിപൊളിയായിട്ട് അഭിനയിച്ച് തകർത്തിട്ടുണ്ട്. അവരവരുടെ മാക്സിമം തന്നെ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഈ സിനിമയുടെ സംഗീതം ഒരുക്കിക്കുന്ന ദീപക് ദേവനാണ്. മാത്രവുമല്ല ഈ സിനിമയുടെ പാട്ടിൽ നമുക്കറിയാം ഇന്ദ്രജിത്തിൻ്റെ, അതായത് പൃഥ്വിരാജിൻ്റെ ബ്രദറായ ഇന്ദ്രജിത്തിൻ്റെ മകള് പ്രാർത്ഥന ഇന്ദ്രജിത്ത് പാടിയിട്ടുണ്ടെന്ന് അറിയാം. കൂടാതെ പൃഥ്വിരാജിൻ്റെ മകൾ അലങ്കൃത, അല്ലി എന്ന് വിളിക്കുന്ന അലങ്കൃതയും ഇതിലൊരു കുറച്ച് ഭാഗം പാടിയിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര രസകരമായി അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ഈ സിനിമയുടെ ചിത്രീകരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, UAE, ഇറാൻ, തുർക്കി, ജോർജിയ, മെക്സിക്കോ, റഷ്യ പോലെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഈ സിനിമയുടെ മേക്കിംഗ് നടന്നിരിക്കുന്നത്. പിന്നെ സിനിമയിലേക്ക് കിടക്കുകയാണെങ്കിൽ 3 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു സിനിമയാണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ തന്നെ പോയി നമ്മൾ കണ്ടാലാണ് നമുക്കത് ഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനാണ് അതിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ. ഒരു മലയാളം മൂവിയാണെന്ന് പോലും തോന്നാതെ നമുക്കൊരു എന്തോ ഇംഗ്ലീഷ് ഫിലിം കാണുന്ന രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചത്ര ഹൈപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നല്ല സിനിമയാണ്. പക്ഷേ അതിൻ്റെ ഒരു റിയാലിറ്റിയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പം കുറച്ചൊരു കുറവേ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ എന്ന് പറയില്ലേ. പക്ഷെ അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. 3 മണിക്കൂർ നമുക്കത് കണ്ട് പിടിച്ചിരുത്താം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ എനിക്ക് 3 മണിക്കൂർ വേണ്ടിയിരുന്നോ, കാരണം 3 മണിക്കൂർ വരെ പോകുന്ന ഒരു സിനിമയല്ലായിരുന്നു. ആക്ച്വലി അതിൽ കുറച്ച് സീൻസൊക്കെ ഭയങ്കര സ്ലോ മോഷനും, ആക്ച്വലി ആ സ്ലോ മോഷൻ തന്നെയാണ് അതിൻ്റെ ഹൈപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിലൊരു കുറ്റവും അല്ലെങ്കിൽ ഒരു കുറവും പറയാൻ പറ്റില്ല. അടിപൊളിയായിട്ട് തന്നെ ചിത്രീകരിച്ചു. സ്ലോ മോഷൻ കുറച്ച് ഇതുണ്ട്, ഒരു ലാഗ് വരുന്ന ഒരു ചില സന്ദർഭങ്ങൾ തോന്നും. പിന്നെ ആ സിനിമയുടെ ഫസ്റ്റ് ഒരു അരമണിക്കൂറോളം ഒരു കലാപം പോലെ ഒരു സംഭവമാണ് കാണിക്കുന്നത്. കൂടുതലും ഹിന്ദിയിലും ഒക്കെയാണ്. പിന്നെ പല പാർട്സിലായിട്ട് ഹിന്ദി ഇംഗ്ലീഷ് മിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് ലൂസിഫർ കണ്ടതിന് ശേഷം ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള എമ്പുരാൻ കാണാൻ ചെല്ലുമ്പോൾ നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷൻസ് വെച്ച് പോകുന്നത് അതിനോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. എന്നാലും അതൊരു നല്ല മൂവിയാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. 3 മണിക്കൂർ നമ്മൾ കണ്ട് ഇരിക്കും. പിന്നെ കുറച്ച് ഈ പ്രായമായവർക്കും ഏജ് ആയവർക്കും ഒക്കെ അതൊരു കാര്യം മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതൊരു ലിങ്കായിട്ട് മനസ്സിലായി വരാൻ കുറച്ചൊരു പാടായിരിക്കും. കാരണം ഈവൻ സബ് ടൈറ്റിൽസ് ഉണ്ടെങ്കിലും ഈ ഹിന്ദി ഇംഗ്ലീഷൊക്കെ പറയുന്ന ആ പാർട്സിൽ അവർക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും. എന്നിരുന്നാലും അതിൻ്റെ വിഷ്വലൈസേഷനിലൂടെ തന്നെ ആ കഥ എന്താണെന്നും എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന സുജിത്ത് വാസുദേവാണ്. ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ട് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും നല്ല അടിപൊളിയായിട്ട് ആൾ ഛായാഗ്രഹണം ചെയ്തിട്ടുണ്ട്. കേട്ടിട്ടുള്ളതാണ് ഈ സിനിമയുടെ പ്രൊമോഷനിൽ പല സന്ദർഭങ്ങളിൽ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്, വാട്ട് എവർ ഹി വാണ്ടഡ്, പുള്ളിക്ക് എന്താണോ വേണ്ടിയിരുന്നത് അതെല്ലാം അതിന് വേണ്ടിയുള്ള പൈസ അതിൽ മുടക്കിയിട്ടുണ്ട്. നമുക്കത് കാണാനും ഉണ്ട്, നന്നായിട്ട് തന്നെ അതിൽ എഫക്റ്റ് ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണല്ലോ ഹൗസ്ഫുള്ളായിട്ട് ഇപ്പോഴും അത് ഇറങ്ങിയ ദിവസം തന്നെ 10 ലക്ഷത്തിന് മുകളിൽ ബുക്കിംഗ് ആയിരുന്നെന്നല്ല പറയുന്നത്. അപ്പം മേ ബി കണക്ക് കറക്റ്റായിട്ട് എനിക്കറിയില്ല, ഏകദേശം ആ ഒരു റേഞ്ചാണ്. അപ്പോൾ ഇപ്പോഴും ഹൗസ്ഫുള്ളായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മോളിവുഡ് സിനിമകളുടെ ബഡ്ജറ്റൊക്കെ കടന്നു പോകുന്ന ഒരു സിനിമ
സിനിമയായിരുന്നു ആക്ച്വലി. പിന്നെ ഈ സിനിമയിൽ കൂടുതലായിട്ടും പറയുന്നത് പൊളിറ്റിക്സ് ആണ്. അതായത് പ്രസൻറ്റ് സിനാരിയും ഫ്യൂച്ചറിൽ എന്തൊക്കെയാണോ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നി ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം കുറച്ച് വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ട്. ഇപ്പം നമുക്ക് റീസെൻ്റ്ലി ന്യൂസിലൂടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൽ അഭിനയം എന്ന് പറയുകയാണെങ്കിൽ മോഹൻലാൽ ഒരു രക്ഷയില്ല. അതിപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല. അടിപൊളിയായിട്ട് മോഹൻലാൽ ഫാൻസിനെയോ ഈ പറയുന്ന അഭിനയിച്ചിട്ടുള്ള ഒരാളുടെയും ഫാൻസിനെ അല്ലെങ്കിൽ ഒരാളെയും ഒരു രീതിയിലും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അടിപൊളിയായിട്ട് അവരുടെ 10 മാക്സിമം അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് 10 ഔട്ട് ഓഫ് 10 അവരുടെ അഭിനയത്തിന് തന്നെ കൊടുക്കാം. അങ്ങനെ ഓവറോൾ പറയുകയാണെങ്കിൽ അടിപൊളി സിനിമയാണ്, നല്ല സിനിമയാണ്. ഇറ്റ്സ് ഗുഡ് ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സലൻറ്റ്. അതായത് ഭയങ്കര അടിപൊളിയാണ്, ഇത് കണ്ടേ മതിയാവൂ എന്ന് തോന്നുന്ന അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ സിനിമയ്ക്ക് ഒരുപാട് പ്രൊമോഷനും ഒരുപാട് ഹൈപ്പും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് ചെന്ന് കാണുന്നത്. എല്ലാവരും ഗുഡ് റിവ്യൂ തന്നെയാണ് പറയുന്നത്. ബട്ട് നമ്മൾ ലൂസിഫർ ഫസ്റ്റ് കാണണം. ലൂസിഫർ കണ്ടതിന് ശേഷം മാത്രം പോയി എമ്പുരാൻ കാണുക. എങ്കിലാണ് നമുക്ക് കുറച്ചുകൂടി ഒരു കണക്ഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ ലൂസിഫർ എന്ന് പറയുമ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ എന്ത് ടൈപ്പുള്ളൊരു മൂവി ആയിരിക്കാം എമ്പുരാൻ എന്ന് നമുക്കൊരു ഊഹം കിട്ടും. അപ്പോൾ അത് കാണാത്തവർ പോയി കണ്ടിട്ട് കാര്യമില്ല. മോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ ആ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ വെച്ച് പോകരുത് എന്നെനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. അതും ഇപ്പോൾ ഈ ഹൈപ്പിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എനർജറ്റിക് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ കൂടെ കാണുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ്. നമുക്ക് ആ ഫിലിം അടിപൊളിയായിട്ട് മാക്സിമം എൻജോയ് ചെയ്യാനും അതിൻ്റെ അവർ ഉദ്ദേശിച്ച ആ ഒരു എഫക്റ്റിൽ നമുക്കത് കിട്ടാൻ സാധിക്കും. പക്ഷേ ഈ OTT ഒക്കെ കിട്ടി നമ്മൾ വീട്ടിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മേ ബി അത് ഇതുണ്ടാവണമെന്നില്ല. ആ സൗണ്ട് എഫക്റ്റും എല്ലാം ആ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പം പ്ലസ് ഓഡിയൻസും അടിപൊളിയാണെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പോയിലറായി പോവാം എന്നൊരു പോയിന്റ് വരും. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ ലാസ്റ്റ് ക്ലൈമാക്സിൽ അവർ ഇതിൻ്റെ 3rd പാർട്ടിൻ്റെ ഒരു ടൈറ്റിലൊക്കെ പറയുന്നുണ്ട്. അതിലും സ്പോയിലർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതും ഒരു കാര്യമായിട്ട് പറയാൻ പറ്റില്ല. ആ ടൈറ്റിലൊക്കെ അതിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ, പിന്നെ കാണുന്നതിലുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരുപാട് കോടികൾ പൊട്ടിച്ചിറങ്ങിയിരിക്കുന്ന സിനിമയാണിത്. അതിൻ്റെ ഇരട്ടി തന്നെ അവർക്ക് കിട്ടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു ഹൈപ്പും ഈ സംഭവമൊക്കെ വെച്ച് പോകുമ്പം അവർക്ക് അതിൻ്റെ ഇരട്ടി തന്നെ കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ പല സീൻസിലും നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷൻസൊക്കെ അങ്ങ് എടുത്ത് കാണുന്നുണ്ട്. അതിന് വേണ്ടി ഒരുപാട് പൈസ മുടക്കിയിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസേഴ്സ് നമുക്കറിയാം, ആൻറ്റി പിന്മാരും പ്ലസ് കുറച്ച് പേരോടെ അതിലോട്ട് ആഡ് ചെയ്തു. അവർ പിന്നീട് പ്രൊഡക്ഷൻസിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ച് പേരും കൂടെ എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സിനിമ മൊത്തത്തിൽ ഓവറോൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. മസ്റ്റായിട്ട് പോയി തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യുക എല്ലാവരും. എല്ലാവർക്കും എന്താ തോന്നിയെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, സിനിമയെ പറ്റിയുള്ള അഭിപ്രായം പറയാം. പക്ഷേ ഒരു കാര്യം, ഒരു റിമൈൻഡർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലൂസിഫർ കണ്ടതിന് ശേഷം മാത്രം എമ്പുരാൻ കാണാൻ വേണ്ടി പോവുക. ലൂസിഫർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫീലിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ മുകളിൽ വെക്കരുത്. ആ സെയിം എക്സ്പെക്റ്റേഷനോട് കൂടി തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഗുഡ് ഓഡിയൻസും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല പറയാം. ഇവരുടെ ഇത്രയും വർഷത്തെ എഫേർട്ടാണ്. അടിപൊളിയായിട്ട് അവർ നന്നായിട്ട് അതിൽ 100% ഇട്ടിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങളുണ്ട്, കോൺട്രവേഴ്സീസിന് വരാൻ പറ്റുന്ന കുറേ കാര്യങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ സ്പോയിലേഴ്സ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. 3rd പാർട്ടിൻ്റെ ടൈറ്റിലെല്ലാം ഫിലിമായിട്ട് തന്നെ പോയി വാച്ച് ചെയ്യുമെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, ബൈ ടാറ്റാ.